SRS Metal Industries, ഒരു ISO സർട്ടിഫൈഡ് സ്ഥാപനം, കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി. ഫോൺ 9847783798 9645 988988. വടക്കാഞ്ചേരി നഗരസഭയിലെ കുമ്പളങ്ങാട് മാലിന്യ യാർഡിലെ ബയോ മൈനിംഗ് പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം MLA സേവ്യർ ചിറ്റലപ്പള്ളി നിർവഹിച്ചു. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 കോടി രൂപ ചെലവഴിച്ചാണ് കുമ്പളങ്ങാട് ബയോ മൈനിംഗ് നടത്തുന്നത്. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 കോടി രൂപ ചെലവഴിച്ചാണ് കുമ്പളങ്ങാട് ബയോ മൈനിംഗ് നടത്തുന്നത്. ഖരമാലിന്യ സംസ്കരണ നിയമം വരുന്നതിന് മുമ്പ് ഹരിതകർമ്മസേന പോലുള്ള സംവിധാനങ്ങൾ മാലിന്യ ശേഖരണ സംസ്കരണ മേഖലയിൽ രൂപീകരിക്കുന്നതിന് മുൻപ് എ ഗ്രേഡ് പഞ്ചായത്തുകളിലും നഗരസഭകളിലും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണപരിധിയിലുള്ള ഏതെങ്കിലും ഒഴിഞ്ഞ പറമ്പുകളോ മറ്റോ തിരഞ്ഞെടുത്തിട്ടുണ്ടാകും. ഇവിടങ്ങളിലൊക്കെ തികച്ചും അശാസ്ത്രീയമായാണ് മാലിന്യ നിക്ഷേപം നടത്തിയിരുന്നത്. അത്തരത്തിലുള്ള ഒരു ഡംപ് സൈറ്റാണ് കുമ്പളങ്ങാട് നഗരസഭയുടേതായിട്ടുള്ള പ്രദേശത്ത് ഉണ്ടായിരുന്നത്. 2016 വടക്കാഞ്ചേരി നഗരസഭ രൂപീകരിക്കുന്നതുവരെയുള്ള കാലഘട്ടത്തിൽ ഏതാണ്ട് 2000 കാലഘട്ടം മുതൽ ഇത്തരത്തിൽ മാലിന്യ നിക്ഷേപം അശാസ്ത്രീയമായി നടന്നു വന്നിരുന്നു. 2019 നഗരസഭ ഹരിതകർമ്മസേന പ്രവർത്തനം ആരംഭിക്കുന്ന സമയം പൂർണ്ണമായും മാലിന്യ നിക്ഷേപം അവസാനിപ്പിക്കുകയും ചെയ്തു. എങ്കിലും മണ്ണിൽ പഴയ മാലിന്യങ്ങൾ കിടക്കുന്നിടത്തോളം കാലം വലിയ ദുരന്ത സാധ്യതയാണ് അവിടെ നിലനിൽക്കുന്നത്. ജൈവ അജൈവ മാലിന്യങ്ങളും ഏറ്റവും അപകടകരമായ ഇലക്ട്രോണിക് മെഡിക്കൽ മാലിന്യങ്ങളും കൂടിക്കലർന്നാണ് ഡംപ് സൈറ്റുകളിൽ കിടക്കുന്നത്. മണ്ണ്, ഉപരിതല ഭൂഗർഭജലം മലിനമാക്കാൻ ഡംപ് സൈറ്റിന് കഴിയും. കേരള ഖരമാലിന്യ സംസ്കരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വടക്കാഞ്ചേരി ഉൾപ്പെടെ 20 ഡംപ് സൈറ്റുകളാണ് ഈ ഘട്ടത്തിൽ വൃത്തിയാക്കുന്നത്. വടക്കാഞ്ചേരി നഗരസഭയിലെ ഡിവിഷൻ 5-ലാണ് മുനിസിപ്പൽ ഖരമാലിന്യ കൂമ്പാരം അല്ലെങ്കിൽ ഡംപ് സൈറ്റ് സ്ഥിതി ചെയ്യുന്നത്. ആകെ 7 സ്ഥലത്തിൽ 1.35 ഏക്കർ സ്ഥലത്തുനിന്ന് 2 മുതൽ 3 മീറ്റർ വരെ ആഴത്തിലാണ് മാലിന്യ നിക്ഷേപം നടത്തിയിട്ടുള്ളത്. ഏകദേശം 25,238 മീറ്റർ ക്യൂബ് വ്യാപ്തമാണ് മാലിന്യത്തിന്റെ അളവായി കണക്കാക്കുന്നത്. ബയോ മൈനിംഗ് പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ബൃഹത്തായ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നഗരസഭയും KSWMPയും നടത്തിയിരുന്നു. നാഗപ്പൂർ ആസ്ഥാനമായ SMS ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ബയോ മൈനിംഗ് നടത്തുന്നത്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പൈലറ്റ് നഗരസഭയായി പ്രവർത്തിക്കുവാൻ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് കഴിയുന്നുവെന്നും നഗരസഭയുടെയും കൌൺസിലിന്റെയും ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെയും കാര്യക്ഷമതയും കൂട്ടായ പ്രവർത്തനവുമാണ് നഗരസഭയ്ക്ക് തുടർച്ചയായി ലഭിക്കുന്ന അംഗീകാരങ്ങൾക്ക് കാരണമെന്നും ഈ പ്രവർത്തനം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് ഏവരുടെയും സഹായം ഉണ്ടാകണമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളി പറഞ്ഞു. യഥാർത്ഥത്തിൽ മാലിന്യം ഉറവിടത്തിൽ സംസ്കരിക്കുക എന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ശരി. എൻ്റെ മാലിന്യങ്ങൾ ഞാൻ പുറത്തെറിയുകയും അത് ആരെങ്കിലും കൊണ്ടുപോയി എന്ത് ചെയ്യണം, സംസ്കരിക്കണം എന്ന പൊതു നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാലിന്യം അവനവൻ തന്നെ സംസ്കരിക്കുക എന്ന നില രൂപപ്പെടുമ്പോഴേ ഇത് യഥാർത്ഥത്തിലെ ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. എന്നാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ട്, അതുപോലെ തന്നെ കുപ്പിച്ചില്ലുണ്ട്, എല്ലാം കൂടി ഒരുമിച്ചാണ്. അപ്പം അതിന് ഒരു വലിയ പ്രോഗ്രാം, ആ പ്രോഗ്രാമാണ് ഈ മാലിന്യങ്ങൾ തരംതിരിച്ചെടുത്ത് ഭൂമി മുഴുവനായും വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബയോ മൈനിംഗ് നടത്തുന്നത് എന്നും ഭൂമി മാലിന്യ വിമുക്തമാക്കി മാറുന്നതുവരെ ബയോ മൈനിംഗ് പ്രവൃത്തി തുടരുമെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പറഞ്ഞു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി, ഡിവിഷൻ കൌൺസിലർ കവിത കൃഷ്ണനുണ്ണി, KSWMP ഉദ്യോഗസ്ഥരായ ശുഭിത മേനോൻ, അരുൺ K വിൻസെന്റ്, നഗരസഭാ കൌൺസിലർമാരായ പ്രദീപ്, രമ്യ സുന്ദരൻ, AD അജി, വിവിധ സംഘടനാ പ്രവർത്തകരും നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മസേന, സാനിറ്റേഷൻ വിഭാഗം ജീവനക്കാർ, തൊഴിലാളികൾ, ശുചിത്വ മിഷൻ പ്രതിനിധികൾ, നഗരസഭാ സെക്രട്ടറി KK മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. VCB ന്യൂസ്, കുമ്പളങ്ങാട്.